يا سيدنا يا سيد المرسلين صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أدركنا. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നമുക്ക് ഇൻഷാ അല്ലാഹ് സുബ്ഹി ജമാഅത്തിൻ്റെ കാര്യത്തിൽ നോമ്പ് കഴിഞ്ഞാലും ഈ വന്നിരിക്കുന്ന എല്ലാവരും വരണം. സ്നേഹത്തോടെ പറയണം, നമ്മളിനി ശൈത്താൻ വന്ന് പിടിച്ചുകൂടി വീട്ടിൽ നിന്ന് സുബഹിസ്കരിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടാവരുത് എന്ന് പ്രത്യേകം എല്ലാവരോടും മുഖത്ത് നോക്കി പറയണം. ഈ ഒരു സൽക്കർമ്മം വലിയൊരു സൽക്കർമ്മം, വലിയൊരു സന്തോഷമാണ്. വലിയൊരു സന്തോഷമാണ്. ഈ സന്തോഷത്തിന് അതിരില്ല. അപ്പോൾ 2 സൊഫ്, 2.5 സൊഫ്, 3 സൊഫ് നമുക്കിപ്പോൾ അൽഹംദുലില്ലാഹ് സുബഹിക്കുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ വേണമെന്നില്ല, അങ്ങാടിയത്തെ പള്ളിയിലായാലും മതി. ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ അള്ളാഹു ഈ നോമ്പ് നമുക്ക് അനുകൂലമാക്കി തരട്ടെ. നോമ്പിനുണ്ടാക്കിയെടുത്ത ഈ സമ്പ്രദായം, ഈ സൽക്രമം തുടർത്തി കൊണ്ടുപോകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് സുന്നത്തുകളായ നിസ്കാരങ്ങളിലൂടെ സുജൂദുകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് ഇങ്ങനെ കൂടുതൽ അടുക്കാനുള്ള മാർഗങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ സാമീപ്യം, അള്ളാഹുവിൻ്റെ സ്നേഹം ഇങ്ങോട്ട് പിടിച്ചു പറ്റണമെങ്കിൽ സുന്നത്തായ കർമ്മങ്ങൾ അനിവാര്യമാണെന്ന് മനസ്സിലായി. ഫർളുകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ അങ്ങ് കഴിയൂല. അടുക്കും, പക്ഷേ അള്ളാഹുവിൻ്റെ സാമീപ്യം ഇങ്ങോട്ടെടുക്കണമെങ്കിൽ നമ്മൾ സുന്നത്തുകൾ ചെയ്യണം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അസ്റിന് മുമ്പുള്ള 4 റക്അത്തുകളാണ്. മുഅക്കദായ ശക്തിയുള്ള റവാത്തിബ് സുന്നത്തുകളെ കൂട്ടത്തിൽ അസറിനെ എണ്ണീറ്റില്ല. എണീക്കണം ഇല്ല, അസറിന് മുമ്പും ശേഷം നമ്മൾ എണ്ണീറ്റില്ലല്ലോ. 10 റക്അത്ത് ശക്തിയായ സുന്നത്ത് നമ്മൾ എണ്ണിക്കഴിഞ്ഞു, അതിൽ അസർ കൂട്ടിയിട്ടില്ല. ഇപ്പോൾ പറയാൻ പോകുന്ന അസറിൻ്റെ മുമ്പിൽ അഡീഷണലായ ഒരു സുന്നത്ത് 4 റക്അത്ത് കഴിച്ച് 4 റക്അത്ത് 2 വീട്ടി സലാം വീട്ട് പിന്നെ 2 റക്അത്ത്. എന്താ അതിൻ്റെ ഫലത്തിലാണ് കാര്യം. ബഹുമാനപ്പെട്ട അലി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി തങ്ങൾ പറഞ്ഞു, റഹിമല്ലാഹു ഇംറഅൻ, അല്ലാഹു ഒരു മനുഷ്യന് റഹ്മത്ത് ചെയ്യട്ടെ. ടേ എന്ന് കേട്ടാ ആമീൻ പറയണ്ടേ? ടേ ആമീൻ. അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ ആമീൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ദുആർന്ന് പോയി. ആ ദുആന്റെ ഫലം ഇപ്പോഴും ആ കർമ്മം ചെയ്യുന്നവർക്ക് ഉണ്ടാവുന്ന. ഏത് മനുഷ്യനാ? സ്വല്ല, അവൻ നിസ്കരിച്ചു ഖബലൽ അസ്രി, അസ്റിന് മുമ്പ് 4 റക്അത്ത്. 4 റക്അത്ത് അസ്റിന് മുമ്പ്, ഫർളിന്റെ മുമ്പ് നിസ്കരിച്ചവന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് തങ്ങൾ പാപ്പ ദുആർന്ന് പോയിക്കണ്. ആ റഹ്മത്ത്, ആ കാരുണ്യം വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവനാവണം ഞാനും നമ്മളും. അവ കിട്ടണമെങ്കിൽ ഈ ടിക്കറ്റ് എടുക്കണം, ഈ കർമ്മം നമ്മൾ ചെയ്യണം. അപ്പോൾ ആ റഹ്മത്ത് കിട്ടുള്ളൂ. മറ്റൊരു ഹദീസിൽ കാണാം, മൻ സ്വല്ല 4 റക്അത്തിൻ ഖബലൽ അസ്രി, അസ്റിന് മുമ്പ് 4 റക്അത്ത് ഒരാൾ നിസ്കരിച്ചാൽ ഹറമല്ലാഹു ബദനഹു അലന്നാർ, നരകത്തിലും കടക്കൂല. അല്ലാഹു ഓൻ്റെ ബോഡി നരകത്തിന് ഹറാമാക്കി. കണ്ടാ, നരകത്തിന് ഹറാമാക്കി എന്നാൽ തൊടാൻ പറ്റൂല നരകത്തിന്. അത്രക്കും 100% നരകത്തിൽ കടക്കൂല എന്നുള്ളതായ ഒരു ഉറപ്പ്. അതിൻ്റെ ഉള്ളിലുള്ള ഉദ്ദേശം എന്താ? സ്വർഗത്തിലേക്ക് പോകാൻ പോവും. അസർ നിസ്കരിക്കണം, അസറിന് മുമ്പ് 4 റക്അത്ത് സുന്നത്തും നിസ്കരിക്കണം. വേറെ ഹദീസിൽ കാണാം, ഈ 4 റക്അത്ത് ഒരാൾ മുഹാഫള ചെയ്താൽ, സംരക്ഷിച്ചാൽ, കളയാതെ കൊണ്ടുപോയാൽ, ലം തമസ്സഹുന്നാറു, നരകം അവനെ തൊടില്ല, നരകം അവനെ സ്പർശിക്കൂല. മറ്റൊരു ഹദീസിൽ കാണാം, ഈ 4 റക്അത്ത് നിസ്കരിക്കുന്ന എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും, ലാ തസാലു ഉമ്മത്തി യുസല്ലൂന ഹാദിഹിൽ 4 റക്അത്തിൻ ഖബലൽ അസ്രി, അസ്റിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കുന്ന എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഓരോരുത്തരും ആയും കൊണ്ടേയിരിക്കും, ഹത്താ തംഷി അലൽ അർളി, ഭൂമിയിലൂടെ ഇങ്ങനെ നടക്കുന്ന കാലത്തോളം. ഇങ്ങനെ നടക്കൂലേ? നമ്മൾ ഏർപ്പാട് ചെയ്യാൻ പോകണം, കുടിക്ക് പോകണം, പള്ളിക്ക് പോകണം, കൃഷിസ്ഥലത്തേക്ക് പോകണം, കുടുംബത്തേക്ക് പോകണം. ഇങ്ങനെ നടക്കുന്ന കാലത്തോളം മഗ്ഫൂറൻ ലഹാ മഗ്ഫിറത്തൻ ഹത്മ, തീർച്ചയായും അവന് പൊറുക്കപ്പെട്ടവനാണ്. അവൻ്റെ ചെറുദോഷങ്ങളൊക്കെ അല്ലാഹു പൊറുക്കപ്പെട്ടു കൊടുക്കും.
ഇത്ര വലിയ കനപ്പെട്ട ഫായിദകളുള്ള 4 റക്അത്ത് സുന്നത്ത് ഇതുവരെ നിസ്കരിച്ചാത്തോലുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് നിസ്കരിച്ചോളി. ഖബർക്ക് കൂട്ടിനെ കൊണ്ടുപോകാൻ പറ്റിയ സൽക്കർമ്മമാണ് സുന്നത്ത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. തൗഫീഖും വേണേ, കാരണം ആമീനും ദുആയും ക്ലാസ്സും ഒക്കെ സുലഭമാണ്. പക്ഷേ ചെയ്യാൻ അങ്ങ് തൗഫീഖില്ല. പോയില്ലേ കാര്യം? തൗഫീഖില്ലെങ്കിൽ പോയില്ലേ? അപ്പം നമുക്കൊക്കെ മുവഫ്ഫഖീങ്ങളെ കൂട്ടത്തിൽ, തൗഫീഖ് ചെയ്യപ്പെട്ട കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. എല്ലാവരും സാധുക്കളാണ്, പാവങ്ങളാണ്, എല്ലാവരും നോമ്പ് നോറ്റ് ക്ഷീണിച്ചിക്കുകയാണ്. നല്ല വെയിലും ചൂടും നമ്മളറിയാതെ പോയി. ഇപ്പം നോമ്പ് ലാസ്റ്റ് എത്തി. ഇൻഷാ അല്ലാഹ് നോമ്പ് കഴിഞ്ഞിട്ട് 6 നോമ്പ് നോക്കണം നമുക്ക് എല്ലാവർക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 6 നോമ്പിൻ്റെ പെരുന്നാളും കഴിഞ്ഞ് 8-ാം തീയതി നമുക്ക് എല്ലാവർക്കും ഒരു സിയാറത്ത് ഇൻഷാ അല്ലാഹ്. ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ ഒരു സിയാറ. എല്ലാവരും കൂടണമില്ല കേട്ടോ, എല്ലാവരും കൂടണം. പൈസ ഇല്ലാത്തവർക്ക് ഞാൻ പൈസ തരുന്നുണ്ട്, പൈസ ഇല്ലാത്തവർക്ക് ഞാൻ കാശ് തരുന്നുണ്ട്. എല്ലാവരും സീറ്റ് ബുക്ക് ചെയ്യണം. എടുക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ നിന്നാണ് വിട്ടാൽ നേരെ അങ്ങ് പാറപ്പള്ളി മക്ബറയിൽ ചെന്ന് ഒരു 4 മണിയാകുമ്പോഴത്തേനും അവിടെ എത്തി നല്ല ബുർദൊക്കെ ചൊല്ലി നല്ല കട്ടൻ ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാ. പരിസരത്തുള്ള മക്ബറൊക്കെ കൂടി സന്ദർശിച്ച് ചടപ്പില്ലാത്ത സിയാറ, ഓവർ സിയാറത്തുമില്ല, എന്നാൽ കാര്യത്തിന് കാര്യം വേണമാണ്. ഇൻഷാ അല്ലാഹ് ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞാണ്. അപ്പോൾ ടോക്കൺ ഇന്നലെ കൊടുക്കണ്ടേ? ഇന്നലെ ടോക്കൺ തരാറുണ്ട്. ആ ടോക്കൺ ഇത് മുമ്പറിന് എത്തിയിട്ടുള്ളൂ, പണി പൂർത്തിയായിട്ടില്ല. മിക്കവാറും ഇൻഷാ അല്ലാഹ് ഇന്നും നാളെയും ഞാൻ പോണ ഈസായതുകൊണ്ട് എനിക്ക് പോകാൻ പൂതിയില്ല. പക്ഷേ തുറപ്പിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് നിൽക്കുക. അപ്പം എൻ്റെ വീട്ടിൽ എനിക്ക് നോമ്പുറപ്പിക്കണം, വയലറിഞ്ഞാൽ പോരല്ലോ, കാര്യം ചെയ്യും വേണ്ടേ. അപ്പോൾ ഒരു 10,000 റുപ്യ ചിലവിൽ നോമ്പുറ ഉണ്ടാക്കണം. ആളിയാക്കാരെ വിളിച്ചണം, പെങ്ങന്മാരെ വിളിച്ചണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പോരല്ലേ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ചെറിയ നോമ്പുറ. പിന്നെ അതേപോലെ കുട്ടികളൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് പെരുന്നാളാണ്, ഡ്രസ്സ് എടുക്കണം, അങ്ങനെ ആക്കണം, അങ്ങനെ ആക്കണം. അപ്പോൾ അയലോകത്തുള്ളവരൊക്കെ ഡ്രസ്സ് എടുത്ത് കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഡ്രസ്സ് എടുക്കാൻ അപ്പം ഇന്നെ കാത്തിക്കണ്ട, നിങ്ങളെ പോയിക്കോളി, വണ്ടി എടുത്ത് പോയിക്കോളി. അപ്പോൾ ഈ അയലോക്കക്കാർ ഇങ്ങനെ അവിടെ ഗ്യാസ് എത്തുമ്പോഴാണ് നമ്മളെ ഗ്യാസിന് തിരക്ക് കൂട്ടുക. അങ്ങനെയാണല്ലോ ഉണ്ടാവുക. ഇതിങ്ങനെ കീറ്റും കൊണ്ട് വരികയല്ലേ, ടെക്സ്റ്റൈൽസിൽ നിന്ന് കവറും കൊണ്ട് വരികയല്ലേ. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ കുട്ടികളെ കൊണ്ടുവരെ പൂതി. അപ്പോൾ ആപ്പായിട്ട് നിന്നാൽ പോരല്ലോ, നിങ്ങളെ മാത്രം നന്നാക്കിയാൽ പോരല്ലോ, കുട്ടികളെ നന്നാക്കണ്ടേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ദ്വാരക്കുക. അപ്പോൾ ഇന്നും നാളെയും ഞാൻ ഉണ്ടാവില്ല. നല്ല ദിവസമാണ് 2 ദിവസം. നല്ലോണം നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരക്കുക. മറിഞ്ഞിട്ടുള്ള ദുആ ഇജാബത്തിന് കൂടുതൽ സാധ്യത ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് പോകുമ്പോൾ നിങ്ങൾക്കും ദ്വാരക്കാറുണ്ട്, എന്നും ദ്വാരക്കാറുണ്ട്. അള്ളാഹു നമ്മളെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. നല്ല രണ്ടു ആമീൻ പറഞ്ഞാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ നിയ്യത്തുകളും നന്നാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരുടെയും ഖൽബിൻ്റെ ഉള്ളറ ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ദുനിയാവും ആഖിറും നീ രക്ഷപ്പെടുത്തി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന ജോലികളിലൊക്കെ ഒരുപാട് ബറക്കത്ത് കൂട്ടിത്തരണേ അല്ലാഹ്. ഇതുവരെ എടുത്ത നോമ്പ് തറാവീഹ്, നോമ്പ് തുറകള്, അത്താഴം കൊടുക്കല്, അത്താഴം കഴിപ്പിക്കല്, അത്താഴത്തിന് വേണ്ടി കൊണ്ടുവന്ന പരിശ്രമങ്ങൾ പടച്ചോനെ ഒന്നും നാളെ പരലോകത്ത് നഷ്ടപ്പെടുന്ന അമലുകളെ കൂട്ടത്തിൽപ്പെടുത്താതെ രക്ഷപ്പെടുത്തി തരണേ അല്ലാഹ്. ഇഖ്ലാസ് കൈമുതലാക്കി തരണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ പള്ളിയുടെ നിർമ്മാണം ഇപ്പോൾ ഞങ്ങൾ എത്തി നിൽക്കുന്ന സ്റ്റേജ് നിനക്കറിയാമല്ലോ അല്ലാഹ്. നിങ്ങളെ മഹല്ല് നിവാസികളുടെ എല്ലാവരുടെയും ഒത്താശകൾ കൊണ്ട് ഇതുവരെ എത്തിയിരിക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ട് പൂർത്തിയാക്കാൻ ആവശ്യമായ ഫണ്ട് നീ ഞങ്ങൾക്ക് ഇറക്കി തരണേ അല്ലാഹ്. ബിഹഖ് സയ്യിദിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകി അതിനുള്ളൊരു ആശ്വാസം ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാഹ്. ഞങ്ങളെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഖബറിൽ വിശ്രമിക്കുന്ന ഞങ്ങളെ ഉറ്റവരും ഉടയവരുമായ മുഴുവൻ ആളുകൾക്കും നിന്റെ വിശാലമായ പാപമോചനം കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. എഴുത്തുക്കും മിനന്നാറിൻ്റെ കൂട്ടത്തിൽ അവരെയും ഞങ്ങളെയും ചേർക്കണേ അല്ലാഹ്.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على